അടിച്ചടിച്ചടി നല്ല കിടിലൊരു ഹിറ്റ് ഞാൻ പുള്ളി എന്ന് പറഞ്ഞു. പോർട്ടാസിറ്റി ഏസിനെ ഞാൻ പുള്ളി എന്ന് പറഞ്ഞു. നമ്മൾ ഏസിനെ തന്നെ പുള്ളി ചെയ്തേക്കാണ്. വൺ പീസ് മാസ്റ്റേഴ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിഡിലൻ മെഗാ എപ്പിസോഡാണ്. വേറെ ഒന്നുമല്ല, OP8 ഈ ഫുൾ ഇംഗ്ലീഷ് ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതേ ഗൈസ്, 2024 ഇറങ്ങിയ ഈ സെറ്റിൻ്റെ ഫുൾ ബൂസ്റ്റർ ബോക്സ് ആണ് നമ്മുടെ ചാനലിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ചാനലിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. നമ്മൾ ഇതുവരെ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടില്ല, അതും ഇംഗ്ലീഷ് ഫുൾ ബൂസ്റ്റർ ബോക്സ്. സോ ഈ ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഇന്ന് ഫുൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം OP8 ഏറ്റവും വലിയ ഹിറ്റ്സ് എന്ന് പറയുമ്പോൾ സിൽവർ റെയിലിയുടെ മാംഗോ എഡിഷൻ കാർഡ്, ബോണിയുടെ SP കാർഡ്, അതുകൂട്ട് തന്നെ നമ്മുടെ ഏസിൻ്റെ SP കാർഡ്. ഇത് മൂന്നുമാണ് ഇതിലെ ഏറ്റവും വലിയ ഹിറ്റ്സ്. അപ്പം ഇതിലെ ഈ ബോക്സിൽ എന്ത് വേണമെങ്കിലും നമുക്കൊരു ഫുൾ ബൂസ്റ്റർ ബോക്സ് കിട്ടുമ്പോൾ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാംഗോ കിട്ടാനുള്ള ചാൻസ്, SP കാർഡ് കിട്ടാനുള്ള ചാൻസ്, നല്ല ഓൾ കാർഡ്സും ഓട്ട് ലീഡേഴ്സും, അങ്ങനെ പല നല്ല റെയർ കാർഡ്സ് കിട്ടാനുള്ള ഭയങ്കര ചാൻസ് ആണ് നമുക്കൊരു ഫുൾ ബൂസ്റ്റർ ബോക്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ ബൂസ്റ്റർ ബോക്സിന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ടു. പക്ഷേ അതിന് മുന്നേ വേറെ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഗിവ് അവേ അനൗൺസ് ചെയ്തായിരുന്നു. സോ ഗിവ് അവേയിൽ ഇത്രയും കാർഡ്സ് ആയിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. ഈ കാർഡ്സ് എല്ലാം ഞാൻ ഹാർഡ് ലീവ് ചെയ്തേക്കാണ്, വേറെ ഒന്നുമില്ല, കാർഡ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി. സോ ഇതെല്ലാം ആയിരുന്നു ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫുൾ കാർഡ്സ് ഗിവ് അവേ ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ചേഞ്ചസ് ചെയ്യാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും റീസെൻ്റ്ലി ഞാൻ നറൂട്ടോയുടെ പാക്സ് ഞാൻ ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഡീമൺ സ്ലെയറിൻ്റെയും പാക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഗിവ് അവേക്കകത്ത് കുറച്ച് നറൂട്ടോയുടെ നല്ല SR കാർഡ്സും SSR കാർഡ്സും, അതുകൊണ്ട് തന്നെ ഡീമൺ സ്ലെയറിൻ്റെ ഒരു കിടിലൻ കാർഡും ഇൻക്ലൂഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. അതേ ഗൈസ്, ഗാറയുടെ ഒരു SR കാർഡും അതുകൊണ്ട് തന്നെ ലീഡ് SSR കാർഡും നമ്മുടെ ഗിവ് അവേയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൂട്ട് തന്നെ എല്ലാവരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ്, കാരണം റീസെൻറ്റ് മൂവി ഇറങ്ങിയതിന് ശേഷം പലർക്കും ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഹി വാസ് എ വില്ലൻ ബട്ട് ഈസ് എ ഹീറോ ഇൻ അവർ ഹാർട്ട്. അതെ, അക്കാസയുടെ ഒരു കിഡിലം UR കാർഡ്, അൾട്രാ പ്രീമിയം കളക്ടബിൾസ് ബോക്സിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ അക്കാസയുടെ ഈ UR കാർഡും ഞാൻ ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഡീമൺ സ്ലെയർ ഫാനാണോ, നിങ്ങൾ നറൂട്ടോ ഫാനാണോ, നിങ്ങൾ വൺ പീസ് ഫാനാണോ, ഡോണ്ട് കെയർ ഗൈസ്, ദിസ് ഈസ് ആൻ ഓസം ആർട്ട് വർക്ക് ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ കാർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാലോ, അക്കാസയുടെ ഈ കാർഡ്, നറൂട്ടോയുടെ ഈ 2 കാർഡും, പിന്നെ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത കൂട്ട് തന്നെ ഇത്രയും നമ്മുടെ വൺ പീസ് കാർഡ്സോട് ചേർന്നൊരു മെഗാ കിഡിലൻ ബിഗ് ഗിവ് അവേ ആണ് ഞാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിന്നറിനെ ഞാൻ ഈ മാസം 15-ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇനിയും ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ഗിവ് അവേ പങ്കെടുക്കും. എൻ്റെ ഈ വീഡിയോയിലെല്ലാം കമൻറ്റ് ചെയ്യേണ്ടത് ഞാൻ പ്രീവിയസ്ലി ഇട്ട വീഡിയോ ആണ് കമൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്തിരിക്കും. സോ നമുക്ക് പറഞ്ഞു വരിക്കുന്നില്ല, നമുക്ക് നേരെ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് ഇടുവാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ബോക്സുകളുണ്ട്, നമുക്കിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാമ്പോൾ ഇതിൻ്റെ മേലത്തെ ആ സീല് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സ് ഇതിൻ്റെ വാല്യൂ അവിടെ ഇടിയുവാണ്. അങ്ങനെയാണ് ഈ ബൂസ്റ്റർ ബോക്സിൻ്റെയൊക്കെ കാര്യം. സോ നമുക്ക് ചെയ്യാം. ഓ മോനെ, എന്താണ്? ഓക്കെ, പൊട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ആവും. അതൊക്കെ പറഞ്ഞു നേടിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇതിനകത്ത് നമ്മുടെ സിൽവർ റെയിലിയുടെയും വൈറ്റ് ബിയർഡിൻ്റെയും 2 ഫോട്ടോയാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ പാക്ക് എടുത്ത് ഫുൾ പാക്ക് ഓപ്പൺ ചെയ്ത് നമുക്കിത് ഏത് ഹിറ്റാണ് കിട്ടുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. സോ വിഷ് മി ലക്ക് ഗൈസ്. ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെക്കാം, സ്ഥലമില്ല ഓപ്പൺ ചെയ്യാൻ. എനിക്കിത് വളരെ ചെറിയ ടേബിളാണുള്ളത്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇതൊരു ഡോൺ പാക്ക് ആണ്. സോ ഇതിലങ്ങ് ഒന്നുമില്ല. എനിവേ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. കാണാമല്ലോ, വെക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ ഇതിനകത്ത് താല്പര്യമുള്ളത് സിൽവർ റെയിലിയുടെ മാംഗോ എഡിഷൻ കാർഡ് മാത്രമേ ഉള്ളൂ. കിങ്ങിൻ്റെ ഒരു ലീഡർ കാർഡോ. നൈസ്. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഷാക്കായിക്കയുടെ ഒരു മോനെ വൈറ്റ് ബിയർഡിൻ്റെ ഡോൺ കാർഡ്. കിട്ടില്ല, ഒരു രക്ഷയില്ല. ഞാൻ OP8 ഇതിന് ഓപ്പൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് OP8 ഹിറ്റ്സിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമില്ല. എനിക്ക് ഹിറ്റ്സ് ഒക്കെ ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ വലിയ ഹിറ്റ്സ് ആണെന്ന് എനിക്കറിയത്. വലിയ ഹിറ്റ്സ് അല്ല ഈ പറഞ്ഞിട്ട് ഈ ഓൾട്ട് ആർട്സ് ഗൈസ്, അത് നമ്മുടെ ഓൾട്ട് ആർട്ട് ലീഡർ. അപ്പോൾ ഇതൊരു 3 ഹിറ്റ് ബോക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ പാക്ക് ലാസ്റ്റിലേക്ക് വെക്കുവാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം സേഫായിട്ട്. അപ്പോൾ നമുക്കൊരു ഓൾട്ട് ആർട്ട് ലീഡർ കിട്ടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഏതാണെന്ന് എനിക്കറിയത്തില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അത് എന്നാലും ഒരു ത്രില്ലുള്ളതിൽ
എൻ്റെ പൊന്നെ, ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് എ 3-hit ബോക്സ്. അപ്പോൾ 3-hit ബോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വൺ പീസിൻ്റെ ബൂസ്റ്റർ ബോക്സസ് ഓപ്പൺ ചെയ്യുമ്പോൾ മോനെ നാമിയുടെ SR കാർഡ് നൈസ് 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 നൈസ്, അടിപൊളി. അപ്പോൾ നമുക്ക് വൺ പീസിൽ ബൂസ്റ്റർ ബോക്സസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2-hit ബോക്സ് ഉണ്ട്, 3-hit ബോക്സ് ഉണ്ട്. നോർമലി 2-hit ബോക്സ് ആയിരിക്കും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓപ്പൺ ചെയ്യുന്ന നേരത്ത് നമുക്കൊരു ലീഡർ ബോക്സ് ആണെങ്കിൽ ലീഡർ ബോക്സ് എപ്പോഴും 3-hit ആയിരിക്കും. എന്ന് പറയുമ്പം ഒരു SCC കാർഡും ഒരു ആൾട്ട് ലീഡർ കാർഡോ അല്ലെങ്കിൽ ആൾട്ട് റെയർ കാർഡ് അല്ലെങ്കിൽ ആൾട്ട് SCC കാർഡോ അല്ലെങ്കിൽ SR അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഹിറ്റും കൂടെ കാണും അതിൻ്റെ. അപ്പം ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായി, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഏസിൻ്റെ ഒരു റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് ക്യാരറ്റിൻ്റെ ഒരു SR കാർഡ്. സോ നമുക്ക് ഒരു ഹിറ്റ് നമ്മൾ ഗ്യാരൻറ്റീഡായി. നമുക്ക് ആ ഓൾട്ട് ലീഡർ നമുക്ക് ഗ്യാരൻറ്റീഡാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും നിധി ഉണ്ടോ ഗൈസ്? നിധിയില്ല, എൻ്റെ വിധിയാണ്. ഓക്കെ റൈറ്റ്. അപ്പം ഞാൻ ഇതിന് പിന്നെ OP08 ഓപ്പൺ ചെയ്തിട്ടില്ല. അതിൻ്റെ ആയിട്ടുള്ള എനിക്ക് കാർഡ്സിനകത്തും അതിൻ്റെ ഒരു ഇത് പറയാനുണ്ട്. കാരണം കാർഡ്സൊക്കെ എന്തായാലും ന്യൂ ആണ്, ഞാൻ കണ്ടിട്ടില്ലാത്ത ആർട്ട് വർക്കൊക്കെയാണ്. ഡോക്ടർ ഹിരുലക്കിൻ്റെ ഒരു റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് മോനെ കൈഡോടെ ഒരു SR കിട്ടില്ല, സൂപ്പർ SR. നിങ്ങൾക്ക് അറിയോ ഇരുന്നതിൽ ഞാനൊരു നല്ലൊരു കൈഡോ ഫാനാണ്. എനിക്ക് എന്താ അറിയത്തില്ല, എനിക്ക് കൈഡോ ഒരു ക്യാരക്ടറിനെ ഇഷ്ടമാണ്, കൈഡോ ഡെവൽ ഫ്രൂട്ടും ഇഷ്ടമാണ്. പിന്നെ എന്തോ ഐ എം എ ബിഗ് ഫാൻ. പിന്നെ കൈഡോയുടെ ആർട്ട് വർക്കും എല്ലാം അടിപൊളിയാണ്. ലൈക്ക് നോർമലി കൈഡോയുടെ ആർട്ട് വർക്ക്സ് എല്ലാം അടിപൊളിയാണ്. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. യു ക്യാൻ ബി എ കൈഡോ ഫാൻ. അതിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ തീർച്ചയായിട്ടും കൈഡോ ഫാനാണ്. ഇതിൻ്റെ ബാക്കിൽ റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് ഓക്കെ ഷാക്കയാക്കുവിൻ്റെ റെയർ കാർഡ്. സോ ഹിറ്റ്സ് ഒന്നുമില്ല. സോ നമ്മൾ വീണ്ടും OP8 കണ്ടിന്യൂസ്. ഇതിനകത്ത് അങ്ങനെ എനിക്കൊന്ന് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ലീഡർ സൈഡ് അവനെ കാണിച്ചാൽ. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് പാക്ക് മൊത്തം എടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത പാക്സിനകത്തൊന്നും ഇതുവരെ വലുതായിട്ടൊന്നും എനിക്ക് ഒറ്റ ഒരു പാക്ക് മാത്രമേ ഇതുവരെ ലീഡറായിട്ട് വന്നുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ നല്ല ഹിറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. ഡെൽറ്റൻ്റെ റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് ക്യൂവിൻ്റെ റെയർ കാർഡ്. സോ ഈ പാക്കിലും ഹിറ്റ്സ് ഒന്നുമില്ല. ഇതൊരു 3-hit ബോക്സ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹിറ്റുകൾ എവിടെയാണെന്ന് ഒരു പിടിയില്ല. പിന്നെ ഞാൻ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞാലും മറക്കണ്ട. ഗിവ് അവേ ഞാൻ ഇച്ചിരി വലുതാക്കി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ബിഗ് ഗിവ് അവേ നൗ. വൺ പീസ്, നറൂട്ടോ, ഡീമൺ സ്ലെയർ എല്ലാം കൂടെ ഒരുമിച്ചൊരു അവിയൽ പരുവായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു നല്ലൊരു അനിമെ ഫാൻ അത് പോകുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അത് നല്ലൊരു കളക്ടറിന് അത് പോകുന്നതുകൊണ്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വാൻഡയുടെ ഒരു റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് ജ്വല്ലറി ബോണിയുടെ SR. അപ്പം നമുക്ക് 4 SR കിട്ടിയത്. 4 SR കാർഡ് കിട്ടി. ഒരു ഓൾട്ട് ലീഡർ കാർഡ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ നമ്മുടെ ബാക്കി 2 ഹിറ്റ് ആണെന്ന് കിട്ടില്ല. ഒരു SCC കാർഡ് എന്തായാലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടണം. അതിനൊപ്പം തന്നെ പിന്നെ ഒരു ആൾട്ട് ലീഡറോ ഒരു ആൾട്ട് SR കാർഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടേണ്ട സമയമായിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഇതിൻ്റെ ബാക്കിലാണോ നമ്മുടെ ഹിറ്റ്? ഇതിൻ്റെ ബാക്കിലാണോ? അല്ല, SR മാത്രം. സ്നേക്കിൻ്റെ SR എനിക്ക് മാത്രമാണോ തോന്നിയത്? അതോ ഈ സെറ്റിൽ ഇഷ്ടംപോലെ SR കാർഡ്സ് ഉണ്ടോ? ഇഷ്ടംപോലെ SR കാർഡ് ഇപ്പോൾ നമ്മൾ പുള്ളി ചെയ്ത് ആണ്. ഇതും ലീഡർ പാക്കല്ല. എനിക്കൊന്ന് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ലീഡർ ആയി ഗൈസ്. ഞാൻ അതുകൊണ്ട് ഇനി ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഓപ്പൺ ചെയ്ത് ചുമ്മാ SR കാർഡ്സ് ഒരു സൈഡ് ഫുൾ SR കാർഡ്, ഒരു സൈഡ് ഫുള്ള് ലീഡറും ആണ്. പറഞ്ഞു പോയാൽ കിട്ടായി. പിന്നെ കൽഗാരയുടെ ഒരു ലീഡർ പാക്കായിരുന്നു. ഓക്കെ, അതുകൊണ്ട് സ്നേക്ക് ഹോക്കിൻ്റെ ഒരു റെയർ കാർഡ്, കാറ്റഗറിയുടെ റെയർ കാർഡ്. ഓക്കെ, നമ്മളപ്പം നമ്മുടെ റൈറ്റ് സൈഡ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതും ലീഡർ പാക്കാണ്. സോ ഇതിൽ ഹിറ്റൊന്നുമില്ല, നമുക്ക് മനസ്സിലായി. ഇത് 6 ലീഡറായിരിക്കും. അതാണ് ഇനി ഇപ്പം എൻ്റെ കിങ്ങിൻ്റെ, ഇപ്പം എൻ്റെ രണ്ടാമത്തെ കിങ്ങിൻ്റെ കാർഡ്. ഓക്കെ, പെഡ്രോ ലൂണ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ലെഫ്റ്റ് സൈഡ് നൗ. വൺ പീസ് കാർഡ് ഓപ്പൺ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പൊതുവായ ഒരു ഇൻറ്റ്യൂഷനാണ് ലൈക്ക് എപ്പോഴും ഹിറ്റ്സ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് സൈഡ് അതുകൂട്ടി ഞാൻ വെച്ചത്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ലീഡർ കാർഡ്, ഒരു ഓൾട്ട് ലീഡർ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മൾ ബാക്കിയുള്ള ഹിറ്റ്സ് ഇരിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എന്നാലും ഇല്ല. മാർക്കോടെ കിഡിലെ ഒരു ലീഡർ കാർഡ്. നൈസ്. ഇതിലെ ലീഡർ കാർഡ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. OP13, OP12 അങ്ങനെ പല സെറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ലീഡർ കാർഡ്സ് ഒന്നും ബാക്കി അതിലൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു ഡോൺ പാക്ക്. ഇത് ഏത് ഡോണാണ് നമുക്ക് നോക്കാം. മിക്കവാറും വൈറ്റ് ബിയർഡ് ഡോൺ തന്നെ ആയിരിക്കും, വേറെ ഡോണൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, പുഡിങ്ങിൻ്റെ ലീഡർ കാർഡ്. പിന്നെയും പുഡിങ്. കിങ്ങിൻ്റെ കീട്ടിലും കാർഡ് കൊള്ളാം കാർഡ്. ഇതിനകത്ത് എനിക്ക് റെയർ കാർഡ്സൊക്കെ നല്ലോണം ഇഷ്ടമായി. ബാക്കിലായിട്ട് പിന്നെയും വൈറ്റ് ബിയർഡ് തന്നെ ഒരു ഡോൺ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബൂസ്റ്റർ ബോക്സ് കാലിയാവറായിരിക്കുന്നു. 1 ഹിറ്റ് ബോക്സ് ആണോ എന്നൊരു ഡൗട്ടാണ് ഇപ്പോൾ എനിക്ക് ആകെ ഉള്ളത്. കാരണം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലീഡറിനെ കിട്ടി, ഓൾട്ട് ലീഡർ കിട്ടി. അങ്ങനെ 1 ഹിറ്റ് ബോക്സ് ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ 1 ഹിറ്റ് ബോക്സ് ആയിട്ട് കിട്ടുന്ന ലോകത്ത് ആദ്യത്തെ മണ്ടൻ ഞാനായിപ്പോൾ മിക്കാറും. അതാണ് എൻ്റെ പേടി. എനിവേ, ഇത് ടോണി ചോപ്പറിൻ്റെ ഒരു ലീഡർ കാർഡ്. ഓക്കെ, പിന്നെയും ലീഡർ പാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലെഫ്റ്റ് സൈഡിലാണ് ലീഡർ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഡർ പാക്ക് നമുക്ക് പെട്ടെന്ന് പുൾ ചെയ്ത് പോവാം. ഓക്കെ, കാരണം ലീഡറിനകത്ത് ഒന്നുമില്ല. വെറുതെ സമയം കളയണ്ട. നമുക്ക് നമ്മുടെ ബാക്കി 2 ഹിറ്റ്സ് ഏതെന്നറിയാനുള്ള. ഓക്കെ ഗൈസ്, ഇത് ലീഡറാണോ? ഇത് ലീഡറല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹിറ്റ് ഇട്ടാണല്ലോ ഫുൾ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നർഷി, സൗത്ത് ബേർഡ്, ഫീനിക്സ് ബ്രാൻഡ്, പേജ് 1ൻ്റെ ബാക്കിൽ വാപ്പുണ്ട് റെയർ കാർഡ്. ഓക്കെ, അതുമില്ല. ഹിറ്റ്സൊക്കെ എവിടെ? ആൾട്ട് ലീഡർ കാർഡ് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത് എന്തോ കാര്യമായി. ഇല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ പെട്ടുപോയേനെ. ഒരു ഹിറ്റും ഇല്ലാത്ത അവസ്ഥയായപ്പോൾ. നല്ല കിടിലം തുടക്കമായിരുന്നു. 2ാമത്തെ പാക്കോ 3ാമത്തെ പാക്കിന് നമുക്ക് ഒരു ആൾട്ട് ലീഡറിൻ്റെ ഇത് നമ്മൾ കണ്ട്. അതിനുശേഷം ഡ്രൈ ഒന്നുമില്ല. കുറേ SR കാർഡ് കിട്ടിയത് മാത്രം മെച്ചം. ഇമ്പീരിയൽ ഫ്ലെയിം, അതിൻ്റെ ബാക്കിൽ ജാക്കിൻ്റെ SR. നമ്മുടെ ബാക്കി 2 ഹിറ്റൊക്കെ എന്ത്? നമുക്ക് 2 ഹിറ്റ് എന്തായാലും എന്ത് കാണണം. ഇത് പിന്നെയും ലീഡർ കാർഡ്, ലീഡർ പാക്ക്. കുറച്ചേരം മിണ്ടാതിരുന്ന് ഓപ്പൺ ചെയ്യാം. ഭാഗ്യമൊക്കെ തിരിച്ചു വരാൻ നോക്കട്ടെ. 2 minutes സൈലൻസ് ഫോർ മീ ഗൈസ്. ഞാൻ വെറുതെ ചെയ്യാം. ഇതെങ്കിലും നമ്മുടെ ഹിറ്റുള്ള പാക്ക് ആയിരിക്കട്ടെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞോണ്ട് മിണ്ടാതിരുന്ന് ഓപ്പൺ ചെയ്യാം. കണവണെന്ന് ബേളം വെച്ച് ഒരു ഹിറ്റും കിട്ടുന്നില്ല. വരുന്ന ഹിറ്റെല്ലാം വല്ല വഴിക്കും പോകാൻ എൻ്റെ തോന്നൽ. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരുന്ന് ഇനി ബാക്കിയുള്ള വളരെ കുറച്ച് പാക്കോടെ ഉള്ളൂ. 3 ഹിറ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടാസ്റ്റി ഏസിൻ്റെ അത് കിഡില്ല. ബാക്കിലാണ് ഇരിക്കുന്നത്. ബാക്കിൽ നമ്മുടെ ലൂഫി ഇല്ലേ അത്? നൈസ്. ഗൈസ്, വൈറ്റ് ബേഡ് പൈററ്റ്സിൻ്റെ ഒരു ഓൾട്ട് റെയർ കാർഡാണ്. ആരായിരിക്കും? പോർട്ടാസ് ഡി ഏസ്. മോനെ അടിച്ച് നല്ല കിഡിലൊരു ഹിറ്റ് ഞാൻ പുള്ളി എന്ന് പറഞ്ഞു. പോർട്ടാസ് ഡി ഏസിനെ ഞാൻ പുള്ളി എന്ന് പറഞ്ഞു. നമ്മൾ ഏസിനെ തന്നെ പുള്ളി ചെയ്തേക്കാണ്. ഏസിൻ്റെ ഓൾഡ് റെയർ കാർഡ്. എന്നെ ബ്യൂട്ടി കാർഡല്ലേ, എന്നാ ഇത് കൊള്ളാം. ഇനി ഞാൻ വളരെ ഡിസപ്പോയിൻ്റ് ആയിരുന്നു. നമ്മൾ മിണ്ടാതിരുന്ന് ഓപ്പൺ ചെയ്തപ്പം സംഗതി നമുക്ക് കിട്ടി. അങ്ങനെ കിഡിലൻ ഹിറ്റ്. എന്നെ ആർട്ട് വർക്കാണോ ഇതൊക്കെ? എന്താണ് ഇതിനൊക്കെ റേറ്റ് വിടാതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ബട്ട് സ്റ്റിൽ ദിസ് സച്ച് എ റിയലി ഗുഡ് കാർഡ്. ഐ എം ഹാപ്പി. സോ ദാറ്റ്സ് അവർ ഫസ്റ്റ് ഹിറ്റ് ഓഫ് ദി ഹോൾ ബോക്സ്. ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തെന്ന് നമുക്ക് ഇഷ്ടം പോലെ ഹിറ്റ് കിട്ടണം എന്നൊരു നിർബന്ധം മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരാൾ ഇത് കിട്ടി. നമുക്കിനി ഒരു SCC കാർഡൂടെ കിട്ടാനുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരേണ്ടത്. നമുക്കൊരു SCC കാർഡ് കിട്ടാനുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഓൾട്ട് ലീഡറെ ആരെ നോക്കാൻ പോവാം. ഏത് ഓൾട്ട് ലീഡറാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് SCC കിട്ടാനുണ്ടെന്ന്. ബാക്ക് ടു ബാക്ക് ഹിറ്റാണ്. ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്ത് കാണാമല്ലോ. ഒരു SCC ഉണ്ട്. കൈഡോ മോനെ, ഞാനൊന്ന് പറഞ്ഞോളൂ. എനിക്ക് കൈഡോ ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ കൈഡോയുടെ SCC ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്.
കൈരോടെ SCC കൈരോ ആൻഡ് നൈസ് ഒന്നും പറയാനില്ല. എന്നാ കിട്ടുന്ന കാറാണോ എന്നാ ആർട്ട് വർക്ക് അത് ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി. ഇനി ഞാൻ പറഞ്ഞോളൂ കൈഡ് ഇസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സും കൈഡ് ഒരു കാർഡ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞ അതുകൂട്ടനാണെന്ന് കൈഡോടെ കാർഡ് തന്നെ നമ്മൾ പുൾ ചെയ്ത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒന്നും പറയാനില്ല. കിടിലൻ കാർഡ് എനിക്ക് ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. അത് നമ്മുടെ രണ്ടാമത്തെ ഹിറ്റ്. സോ ഇറ്റ് ഇസ് 3 ഹിറ്റ് ബോക്സ്. നമ്മൾ വളരെ ലക്കി ആയിരുന്നു, നമുക്ക് 3 ഹിറ്റ് ബോക്സ് ആണ് കിട്ടിയത്. സോ ഈ 2 പാക്കിനകത്ത് ഇനിയുള്ള പാക്കിനകത്തൊന്നും ഒന്നും കാണത്തില്ല. ബട്ട് എനിവേ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് പോവാം. സോ ഒരു ബോക്സിനകത്ത് 3 ഹിറ്റ്സ് ആണെന്ന് പറയുന്നതിൻ്റെ കണക്കൊക്കെ മനസ്സിലായല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ ലീഡർ ബോക്സ് കിട്ടിയപ്പോൾ 3 ഹിറ്റ് എന്ന് പറഞ്ഞത്. 3 ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഓൾട്ട് റെയർ കാർഡും ഒരു SCC കാർഡും നമ്മൾ പുൾ ചെയ്തു. ഇനി ഇത് ബോക്സിൻ്റെ ലാസ്റ്റ് പാക്ക്. ബോക്സിൻ്റെ ലാസ്റ്റ് പാക്ക് മോണ്ട് പ്ലാങ്ക് ക്രിക്കറ്റ് കളിക്കാണോ? ഡ്രം കിങ്ഡം മാരിയോ ഒണിയൻ ഇതൊന്നും ഇല്ല, ഹിറ്റ്സൊന്നുമില്ല. എൻ്റെ കണ്ണ് മൊത്തവും മറ്റേ ആ ഓക്കെ ബിഗ് മോമിൻ്റെ ഒരു SR. ഓക്കെ, ദ മൊമെൻറ്റ് വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ, നമ്മുടെ ഓൾഡ് ലീഡറുള്ള പാക്ക്. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഓൾട്ട് ലീഡർ ആയിരിക്കും. നല്ല ഇതിൽ ഓൾട്ട് ലീഡർ ആവണമെന്ന് എൻ്റെ പ്രാർത്ഥന. കൂട്ടത്തിലുള്ള മോശം ലീഡർ ഒന്നും ആവില്ല, നല്ലൊരു ലീഡർ ആയിക്കണേ. ഷാർലറ്റ് ഏഞ്ചൽ, ഷിൻഷിൻ, ബേൺ ബസൂക്ക, പാസിൽ ഹോക്കിങ്സ്, കൗണ്ട്, ഇവറ്റോറി, നൈട്രോ, മൊഞ്ച് മ്യൂട്ടേഷൻ, നെക്കാമുഷിയുടെ യൂസിക് അൺകോമൺ കാർഡ്, ജിൻബേഡ് അൺകോമൺ കാർഡ്, കാറ്റഗറിയുടെ റെയർ കാർഡ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ആൾട്ട് ലീഡർ കാർഡ് ഇരിക്കുന്നത്. നമുക്ക് ആരാന്ന് നോക്കാം. കളർ ചെയ്ത പിങ്കും യെല്ലോയും ഓൾട്ട് ലീഡർ. മോനെ ഷാർലറ്റ് പുഡിങ്ങിൻ്റെ ആണല്ലോ. പോട്ടെ, കുഴപ്പമില്ല, സാരമില്ല, സീനില്ല. ഷാർലറ്റിൻ്റെ ഓൾട്ട് ലീഡർ കാർഡ്. അപ്പോൾ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ റെഡ് കാർഡ് കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഓൾട്ട് ലീഡർ ആണെന്നാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ വളരെ ലക്കി ഹിറ്റ്. നമുക്ക് മാംഗോ കിട്ടിയില്ല, നമുക്ക് SP കാർഡ് കിട്ടിയില്ല. ബട്ട് ഐം ഹാപ്പി. എനിക്ക് ഒരു ഓൾട്ട് ലീഡർ കാർഡ് കിട്ടി, ഒരു SCC കിട്ടി, അതും കൈരോട് SCC കിട്ടി. പിന്നെ നമ്മുടെ എല്ലാം ഫേവറേറ്റായ ഏസിൻ്റെ ഒരു കിടിലൻ ഓൾട്ട് റെയർ കാർഡ്. നൈസ്, ഐം ഹാപ്പി. മാംഗോ പുൾ ചെയ്യണം എന്നുള്ളൊരു ഒറ്റ കട്ട മൈൻഡിൽ ഞാൻ വന്നത്. പക്ഷേ മാംഗോ പുൾ ചെയ്യാൻ പറ്റിയില്ല. വി ഹാവ് മോർ ചാൻസസ്, വി വിൽ പുൾ എ മാംഗോ. നമ്മൾ നമ്മുടെ ചാനൽ മാംഗോ പുൾ ചെയ്തിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. എല്ലാ മല്ലു വൺ പീസ് ഫാൻസിനും വേണ്ടി ഞാൻ മാംഗോ പുൾ ചെയ്തിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് തടിക്കണം. കൈരോടെയും ബിഗ് മോമിൻ്റെയും ഒരു SCC കാർഡ്, പിന്നെ അവർ ലാസ്റ്റ് ഹിറ്റ് എന്താണ് ഷാർലറ്റ് പുഡിംഗ്. സോ ഗൈസ്, നമ്മുടെ ഫുൾ എൻ്റയർ ബൂസ്റ്റർ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ നിന്നുള്ള ഹിറ്റ്സ് എല്ലാം നിങ്ങൾ കണ്ടു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. തുടക്കത്തിൽ നമുക്കൊരു ലീഡർ കാർഡ് കാണിച്ചു, പിന്നെ ആ ബാക്ക് ബോക്സിൽ ഒന്നുമില്ലായിരുന്നു. ലാസ്റ്റ് 2 പാക്ക് എത്തിയപ്പോഴാണ് നമുക്ക് 2 നല്ല കാർഡ് കിട്ടിയത്. എനിവേ, ഗീവ് എവേയുടെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും ഗീവ് എവേ പങ്കെടുക്കുക. ഗീവ് എവേ ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. സോ വൺ പീസ് മാസ്റ്റേഴ്സ് സൈനിങ് ഔട്ട്. റിയലി ഹാപ്പി. വി പുൾ സം റിയലി അമേസിംഗ് കാർഡ്സ്. Thank you for watching. Bye bye.